നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പാചക വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവം, ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഇപ്പം ഈ കൊറോണയുടെ ഈ ലോക്ക്ഡൌൺ കാലത്ത് എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു പാചക രീതിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ പരീക്ഷിക്കുന്നത് ഒരു ജിഞ്ചർ പെപ്പർ ചിക്കനാണ്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ജിഞ്ചർ ചിക്കനുമായോ പെപ്പർ ചിക്കനുമായോ ഏതെങ്കിലും രുചിബന്ധം ഇതിനുണ്ടോ എന്നെനിക്ക് അറിയില്ല. പാചകത്തിനായി നമുക്ക് ആദ്യം വേണ്ടത് 1 കിലോളം ചിക്കൻ വേണം. പിന്നെ 3 വലിയ സവോള ചെറുതായി അരിഞ്ഞത് വേണം. കൂടാതെ നമുക്ക് ഇഞ്ചി, അതൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് ഇഞ്ചി വേണം, കുറച്ച് കൂടുതലായിട്ട് വേണം. ഒരു 2-3 വലിയ അല്ലിയോളം ഇഞ്ചി വേണം. പിന്നെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും വേണം. വെളുത്തുള്ളിയും നമ്മുടെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. വെളുത്തുള്ളി വേണം. കൂടാതെ നമുക്ക് പച്ചമുളക്, അതും ആവശ്യത്തിന് വേണം. 3-4 പച്ചമുളക് വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി. കൂടാതെ കുറച്ച് മുളക് പൊടിയും വേണം. ഇതുകൂടാതെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയാണ്, അതും വേണം. പിന്നെ ഉപ്പ് അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യമായി നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ചെറുതായിട്ട് അതിനെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി. അത് ഒരു കല്ലിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കുക. മിക്സിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചതച്ചെടുക്കുക. അടുത്തതായി നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും നേരത്തെ ഇഞ്ചി ചതച്ചതുപോലെ നമ്മൾ ചെറുതായിട്ട് ചതച്ചെടുക്കുക. നന്നായിട്ട് ചതച്ചെടുക്കുക. അടുത്തതായി 3 കനമുള്ള ചീനച്ചട്ടിയോ അതുപോലുള്ള പാത്രങ്ങളോ എടുത്തിട്ട് അതിനകത്ത് എണ്ണയൊഴിച്ച്, പാചകത്തിനുള്ള എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് സവോളയും മറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ സവോള ഇട്ടു. സവോള ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോള നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. സവോളയുടെ ദോഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നേരത്തെ തന്നെ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ സവോള ഇടുന്നതിന് മുന്നേ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പം ഇതിനൊപ്പമാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ
നേരത്തെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് കൊടുത്ത് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, താഴെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, ചെറുതായിട്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഇൻഗ്രീഡിയൻസ് എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. അതൊരു 2-3 സ്പൂൺ വിതറിയാലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെയും എരിവിൻ്റെ പ്രിഫറൻസ് പോലെ ഇരിക്കും. അത് നന്നായിട്ട് കുരുമുളക് പൊടി വിതറിയതിന് ശേഷം നന്നായിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിനെ മൂടി വെച്ച് പാചകം വെക്കുക. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുവിധം എല്ലാ സ്ഥലത്തും ഇൻഗ്രീഡിയൻസ് ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പുറമേലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില നന്നായിട്ട് കഴുകിയ കറിവേപ്പില മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നീട് മൂടി വെച്ചിട്ട് പാചകം തുടരാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഒരു രുചിയും മണമൊക്കെ ഇരിച്ച് കൂടാൻ വേണ്ടിയിട്ട്. ഇത് ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്, നിർബന്ധമില്ല. കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണമൊക്കെ കൂടുതലായിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാചകം ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചിക്കൻ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നല്ല രുചിയും മണവും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ രസമുകുളങ്ങളെ പ്രചോദിപ്പിക്കത്തക്ക രീതിയിലുള്ള മണമൊക്കെയാണ് വരുന്നത്. എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ പാചക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ഇതുപോലുള്ള രസകരമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നമസ്കാരം.